മലയാള സിനിമയിൽ സ്വാഭാവിക അഭിനയത്തിന്റെ കയ്യൊപ്പ് ചാർത്തി കടന്നുപോയ KPSC ലളിതയുടെ ഓർമ്മകൾക്ക് ഇന്ന് 4 ആണ്ട് തികയുന്നു. കായംകുളത്ത് ജനിച്ച് എങ്കക്കാടിന്റെ മരുമകളായി കടന്നുവന്ന പ്രിയതാരത്തിന്റെ ഓർമ്മകളിലാണ് നാട്. ഞാൻ മരിച്ചുപോയ എന്നെ ഓർമ്മിക്കുമോ? പ്രിയപ്പെട്ട നാരായണി ഓർക്കും. എങ്ങനെ ഓർക്കും? നാരായണിയുടെ അടയാളം ഈ ഭൂഗോളത്തിൽ എങ്ങുണ്ട്. കാലം ആർക്കുവേണ്ടിയും കാത്തുനിൽക്കാതെ പായുമ്പോൾ പറിച്ചെറിയാനാകാത്ത ചിലരുണ്ട് മനസ്സിന്റെ തിരശീലയിൽ. അവരിലൊരാളാണ് KPSC ലളിത. ഓർമ്മകളുടെ റീലുകളിൽ ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങളായി പ്രേക്ഷക മനസ്സുകളിൽ മരണമില്ലാതെ അലയടിക്കുകയാണ് ആ അഭിനയ മുഹൂർത്തങ്ങൾ. ചത്തിട്ടില്ല, അതറിഞ്ഞിട്ട് കൊല്ലാനാണോ വന്നത്? എന്നെ അങ്ങനെ വിളിക്കണ്ട. എനിക്കിങ്ങനെ ഒരു മകനില്ല. ഞാൻ മറന്നുവല്ല. എനിക്ക് വേണ്ട. ഏതു തരം റോളും സ്വാഭാവികമായ രീതിയിൽ അവതരിപ്പിക്കുന്ന അഭിനയ മാന്ത്രികതയായിരുന്നു KPSC ലളിതയെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയത്. കഥാപാത്രമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ലാത്ത പ്രതിഭ. ശബ്ദം തന്നെ മതിയായിരുന്നു മലയാളിക്ക് ലളിതയെ തിരിച്ചറിയാൻ. അങ്ങനെ ഞാൻ ചാവുമൊന്നുമില്ല. ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും. ഓമനെ നമുക്കൊരു ആശുപത്രി പോയി കളയാം. ഞാനത്ര ദുഷ്ടത്തിയല്ല. ഞാനൊരു പെണ്ണാ. ഞാൻ പ്രസവിക്കും. കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട്. ആരാ? നിങ്ങൾ തന്നെ. 1947 കായംകുളത്ത് രാമപുരത്ത് ജനിച്ച മഹേശ്വരി നാടകങ്ങളുടെ കരുത്തിൽ KPSC ലളിതയായി. പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണറിയുന്നോളെ എന്ന പാട്ടിന് ചുവടുവെച്ച് തുടങ്ങിയ കലാജീവിതമാണത്. 1969 KS സേതുമാധവന്റെ കൈപിടിച്ചാണ് സിനിമയിലേക്ക് എത്തിയത്. ഇന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിയോ ചേട്ടാ? തമാശക്കാരനാണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. പിന്നീട് ഇങ്ങോട്ട് 5 പതിറ്റാണ്ട് കൊണ്ട് 600-ലേറെ സിനിമകളിലാണ് KPSC ലളിത അഭിനയിച്ചത്. മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം 2 തവണ തേടിയെത്തി. 4 തവണ സംസ്ഥാന പുരസ്കാരങ്ങളും ലഭിച്ചു. 1978 സംവിധായകൻ ഭരതനുമായുള്ള വിവാഹം. അങ്ങനെ വടക്കാഞ്ചേരി എങ്കക്കാടിന്റെ മരുമകളുമായി. അസുഖങ്ങളെ തുടർന്ന് 2022 ഫെബ്രുവരി 23 വിട്ടുപിരിഞ്ഞെങ്കിലും കാലത്തെ അതിജീവിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ നിറദീപമായി ജ്വലിക്കുകയാണ് KPSC ലളിത. ആഗ്രഹിച്ചു വിളിക്കുന്നു. ഇളയവന്റെ നഴ്സത്തിൽ 2ാമത് പെറ്റിട്ട് 5 മാസം കഴിഞ്ഞു. അവിടെ ആണെങ്കിൽ വീടടച്ചു അടയ്ക്കാനും കൊച്ചിനെ നോക്കാനും ഒക്കെ പറ്റിയ ഒരാളെ എളുപ്പം കിട്ടുകയല്ല. നേരത്തെ ഒരുത്തി ഉണ്ടായിരുന്നു. അവക്ക് ഇവിടുത്തെ 8,000-ഉം 10,000-ഉം ഒക്കെയാ ശമ്പളം. ഞാനാണെങ്കിൽ പേരക്കുട്ടികളെ കൊഞ്ചിച്ചും കളിപ്പിച്ചും ഒക്കെ നേരവും പോകും. കൂട്ടത്തിൽ വീട്ടു ജോലിയും നടക്കും. ശമ്പളവും വേണ്ട. ന്യൂസ് ഡെസ്ക് TCV.